10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മദ്യവുമായി എത്തിയ വിദ്യാർത്ഥികൾ. പത്തനംതിട്ട കോഴഞ്ചേരിയിലെ സ്കൂളിലാണ് പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾ ഇന്നലെ മദ്യവുമായി എത്തിയത്. ഒരാളുടെ ബാഗിൽ നിന്ന് അമ്മുമ്മയുടെ മോതിരം മോഷ്ടിച്ച് വിറ്റ 10,000 രൂപയും കണ്ടെത്തിയിരുന്നു. എ.വി. ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഇതൊക്കെ കേൾക്കുമ്പോഴേ വല്ലാതെ സങ്കടം തോന്നും. 10ാം ക്ലാസ് കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അതായത് സ്മിത, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ 10ാം ക്ലാസ് കുട്ടികളുടെ പരീക്ഷ അവസാനിക്കുന്ന ദിവസമായിരുന്നു. കുട്ടികളെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികൾ എത്തിയ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മട്ടിലും ഭാവത്തിലും ഒക്കെ അധ്യാപികയ്ക്ക് സംശയം തോന്നി. തുടർന്ന് ഈ അധ്യാപികയുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിച്ചു. ആ ഘട്ടത്തിലാണ് കുട്ടികളുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ മദ്യം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ഈ ബാഗ് വിശദമായി പരിശോധിച്ചപ്പോൾ മറ്റൊരു ഈ കൂട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മയുടെ മോതിരം മോഷ്ടിച്ചു വിറ്റ 10,000 രൂപയും എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് അടിയന്തര കൗൺസിലിംഗ് നൽകാനുള്ള നടപടി സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 4 കുട്ടികളാണ് ഇത്തരത്തിൽ പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ മദ്യമൊക്കെയായി സ്കൂളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു അധ്യാപികയ്ക്ക് ആ നിമിഷം തോന്നിയ ചില സംശയങ്ങളാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് മദ്യം ഉൾപ്പെടെ പിടിക്കുന്ന കാര്യത്തിലേക്കൊക്കെ നടന്നത്. വിദ്യാർത്ഥികളാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മളൊക്കെ ഈ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനൊക്കെ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ 10ാം ക്ലാസ് പോലെയുള്ള ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ നിർദാക്ഷിണ്യം വലിയ ധൈര്യത്തോടുകൂടി മദ്യമായൊക്കെ സ്കൂളിൽ വന്ന് ഈ അമ്മയുടെ മോതിരമൊക്കെ മോഷ്ടിച്ച് അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി, ലഹരിക്ക് വേണ്ടി ഇറങ്ങുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസും ഈ വിഷയം പരിശോധിക്കുന്നു. എന്തായാലും നിലവിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകാൻ തന്നെയാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ആ കൗൺസിലിംഗ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പൊ ആ വാർത്ത ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ SSLC പരീക്ഷ കഴിഞ്ഞാൽ ആഘോഷ പരിപാടികൾ പാടില്ല, അതിൽ നിയന്ത്രണങ്ങൾ വച്ചിരുന്നു. സർക്കാരിന്റെ ഉത്തരവിറങ്ങി. എന്നിട്ട് കുട്ടികൾ, രക്ഷകർത്താക്കൾ എത്തി അവർക്കൊപ്പം പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നി. ഈ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. കുറെ കുട്ടികളൊക്കെ ഇനി ചിലപ്പോൾ പിരിഞ്ഞു പോയാൽ എന്നാ കാണുക എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ നോക്കൂ, അവരെത്ര കൃത്യമായിരുന്നു. കാരണം അതിക്രമങ്ങളൊക്കെ അന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യത ഓരോ ദിവസവും സ്കൂളുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ് അല്ലേ. വലിയ 15 വയസ്സേ ഉള്ളൂ. 15 വയസ്സേ കുപ്പി, അത് അതിൽ മോഷണമുണ്ട്. അതെ, മദ്യക്കുപ്പി വാങ്ങിയെന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആരാണ് മദ്യം വാങ്ങിക്കൊടുത്തത്? കുട്ടികൾ തന്നെ നേരിട്ട് പോയി വാങ്ങിയതാണോ? ഇത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഏറെ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നാണ് പറയാനുള്ളത്. കാരണം സ്കൂൾ കുട്ടികളാണ്. ഇപ്പം +1 +2 പോലും ആയിട്ടില്ല. 18 വയസ്സ് പോലും ആകാത്ത കുട്ടികളാണ്. എന്താണ് ഇവരെയൊക്കെ ഇത്ര അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതാണ്. ഈ കൗൺസിലിംഗ് ഒക്കെ തന്നെ വളരെ നല്ല കാര്യമാണ്. കുട്ടികളെ ആ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അത് നന്നായി ഉപകരിക്കും. അതോടൊപ്പം തന്നെ പാരന്റ്സും വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു സമയമാണിത്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഏതു വഴിയിലൂടെ നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കും.